ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ഞായറാഴ്ച വൈകുന്നേര സമയം ഈ നിലയിൽ നമുക്ക് ഇങ്ങനെ കൂടുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം ഒരു സാവകാശം കൂടി തന്നതെ ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. TBFൻ്റെ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഞങ്ങളുടെ നന്ദിയെയും സ്നേഹത്തെയും അറിയിക്കുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയുമാണ് ഈ ഒരു മിനിസ്ട്രിയുടെ ബലമെന്ന് പറയുന്നത്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ദൈവനാമത്തിൽ ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. മാത്രമല്ല നല്ല മനോഹരമായ ഗാനങ്ങൾ പാടുവാൻ തക്കവണ്ണം പ്രിയ കുഞ്ഞുങ്ങളും റെഡിയായിട്ടുണ്ട്. ആ കുഞ്ഞുങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നാം ഒരുമിച്ച് ആയിരിക്കുന്ന ഈ കൂട്ടായ്മ ഏറ്റവും അനുഗ്രഹത്തിനും സന്തോഷത്തിനും ഇടയെത്തീരുവാൻ തക്കണം. നമുക്കേവർക്കും പ്രാർത്ഥനയോടെ ഇരിക്കാം. സ്വർഗീയ പിതാവേ, പരിശുദ്ധനായ കർത്താവേ, അടിയങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, വൈകുന്നേര സമയത്തിനായി സ്തോത്രം. അടിയങ്ങൾക്ക് വീണ്ടും ഒരു പ്രാവശ്യം കൂടി അങ്ങയുടെ സന്നിധിയിൽ കർത്താവേ ഒരുമിച്ച് കൂടുവാൻ അടിയങ്ങളെ സഹായിച്ച അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രഭാതത്തിൽ അടിയങ്ങൾക്ക് മഹോന്നതനായ കർത്താവിനെ ഓർക്കുവാനും അങ്ങേ ആരാധിക്കുവാനും അങ്ങേക്ക് നന്ദി കരേറ്റുവാനൊക്കെ ഇടയാക്കി തീർത്തു. കർത്താവിൻ്റെ കൃപയും അങ്ങയുടെ കരുതലും അടിയങ്ങളുടെ മേൽ ചൊരിഞ്ഞു. അടിയങ്ങളെ കർത്താവ് പോറ്റിപ്പുലർത്തിയ സംരക്ഷിച്ച അങ്ങയുടെ വലിയ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. അങ്ങേക്ക് എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും ബഹുമാനവും കർത്താവെ സ്തുതിയും സ്തോത്രവും രാത്രിയിലും കർത്താവ് അങ്ങയുടെ സന്നിധിയിൽ അർപ്പിക്കുന്നു. അടിയങ്ങൾക്ക് കർത്താവിൻ്റെ വചനം കേൾക്കുവാൻ, കർത്താവെ പാടി സ്തുതിക്കുവാൻ കർത്താവെയൊക്കെ ഈ രാത്രിയിലും അനുവദിക്കുന്ന വലിയ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ പാട്ട് പാടുവാൻ അങ്ങയുടെ കുഞ്ഞുങ്ങളെ അങ്ങ് കൂട്ടിവരുത്തിയതിനായി സ്തുതിക്കുന്നു. അവർ കൊടുത്തിരിക്കുന്ന താലന്ത് കർത്താവെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ കർത്താവെ ഉപയോഗിക്കാൻ അവരെ സഹായിക്കണമേ. ഈ രാത്രി സമയത്തും കർത്താവിന് വേണ്ടി പാടുവാൻ അവരെ ഇടയാക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ വചനം സംസാരിക്കുന്ന ദാസനെയും സഹായിക്കണം. ദൈവകൃപ ധാരാളമായി നൽകണം. അനുഗ്രഹിക്കപ്പെട്ട കർത്താവ് ദൈവിക മന്നകൾ കർത്താവ് രാത്രിയിലും കടന്നു വന്ന അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവ് പ്രയോജനമാകുന്ന രീതിയിൽ കർത്താവ് വിളമ്പിത്തരുവാൻ അങ്ങ് മനസ്സ് കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ദാസൻ്റെ നാവോടുകൊണ്ട് സഹായിക്കണം. ആവശ്യമാകുന്ന എല്ലാ ദൈവകൃപയും നൽകി പരിപാലിക്കണം. അനുഗ്രഹിക്കപ്പെട്ട നല്ല ശുശ്രൂഷിപ്പാനിടയാക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ മിനിസ്ട്രിക്കായി സ്തോത്രം. ഇതിന് പിന്നിൽ അധ്വാനിക്കുന്ന ദാസന്മാർക്കായി സ്തോത്രം. അവരെ കരുതുന്ന പരിപാലിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. അനേകം പേരുടെ രക്ഷയ്ക്കും കർത്താവെ ആത്മീക അഭിവൃദ്ധിക്കും കർത്താവ് കാരണമായി തീരുവാനിടയാക്കണമേ. അങ്ങ് സഹായിക്കണമേ, അങ്ങ് കൃപ കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അനേകം വിശ്വാസികളുടെ കർത്താവെ ആത്മീക കർത്താവ് സന്തോഷത്തിനും കർത്താവെ ആത്മീക വളർച്ചയ്ക്കും ഇത് കാരണമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം. ആരെയും കടന്നുരാക്കി ദാസമയം കൂട്ടി വരുത്തണം. അല്പസമയങ്ങളിലായ സംഘടനയിലായിരിക്കട്ടെ. അങ്ങയുടെ കൃപ ധാരാളമായി നൽകി അടിയങ്ങളെ സഹായിച്ചാട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ധന്യമേറിയ നാമച്ചുവെന്ന് കേൾക്കണം സ്വരിക്കുക നല്ല പിതാവേ, ആമേൻ. തുടർന്നുള്ള സമയം 2 പാട്ട് നമുക്ക് കേൾക്കാനുള്ള സാവകാശമുണ്ട്. ലോക മനുഷ്യർ ഈ ഭൂമിയിലെ പല കാര്യങ്ങളിലാണ് അവരുടെ സന്തോഷം കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ സന്തോഷത്തിൻ്റെ ആയുസ്സും വളരെ കുറവാണ്. ഭൗമികമായ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്നവരെല്ലാവരും പിന്നെയും നിരാശയിൽ നിന്ന് നിരാശയിലേക്ക് അവരുടെ ജീവിതം വഴിമാറുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ ദൈവമക്കളായ ക്രിസ്തു ഭക്തന്മാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണോ എന്ന് ഒന്ന് ശോധന ചെയ്യുവാൻ നാം കേൾക്കുന്ന ഗാനത്തിലൂടെ നമ്മെ ദൈവം സഹായിക്കട്ടെ. വളരെ ഉന്നതമായ ഒരു സ്ഥാനം വഹിച്ചിരുന്ന ഒരു കഥാപാത്രത്തെ ബൈബിൾ പരിചയപ്പെടുത്തുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് നെഹമ്യാവ്. നല്ല ഒരു പദവി, നല്ല ഭൗതിക ചുറ്റുപാട്, നല്ല ശമ്പളമൊക്കെ ഉള്ള മനുഷ്യനായിരുന്നു അദ്ദേഹം. എന്നാൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വാക്യം ഇങ്ങനെയാണ്: യഹോവെങ്കിലെ സന്തോഷം നമ്മുടെ ബലമാകുന്നു. ലോകപ്രകാരമുള്ള പല നേട്ടങ്ങളിൽ താൻ തൻ്റെ സന്തോഷം കണ്ടെത്തിയില്ല. കാരണം തനിക്കത് അറിയാമായിരുന്നു, അതെല്ലാം നൈമിഷികമാണ്, അല്പസമയത്തേക്കുള്ളതാണ്, എപ്പോഴും വേണോ അതൊക്കെ മറിയാം. എന്നാൽ അനന്യനായ മാറ്റമില്ലാത്ത ദൈവത്തിലുള്ള സന്തോഷമാണ് ശാശ്വതമായ സന്തോഷമെന്ന് അദ്ദേഹം കണ്ടെത്തുവാനും അനുഭവിപ്പാനിടയായിത്തീർന്നു. നമുക്കും അങ്ങനെ ആയിത്തീരട്ടെ. കർത്താവിലുള്ള സന്തോഷമാണ് നമ്മുടെ ജീവൻ്റെ ആധാരം, നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയ്ക്കുള്ള ബലം. ആ ആശയം വരുന്നൊരു ഗാനം നമുക്കിപ്പോൾ പാടിക്കേൾക്കാം. കർത്താവിൻ സന്തോഷം അവനൻ ബലം എന്ന് തുടങ്ങുന്ന ഗാനം പുല്ലാന്നുള്ള സഭയിലെ അക്സ നമുക്ക് വേണ്ടി ആലപിക്കുന്നു.
ഭൗതികമായ ലോകത്തിൽ അനേക ബന്ധങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ബന്ധമാണ് കുടുംബ ബന്ധം. ഒരു പുരുഷനാകട്ടെ ഒരു സ്ത്രീ ആകട്ടെ വിവാഹ ഉടമ്പടിയിലൂടെയാണ് ആരോടൊപ്പം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഒരു കാര്യമായ മുൻപരിചയമില്ലാത്ത ഒരു വ്യക്തിയോട് ജീവിതകാലം മുഴുവനും ജീവിക്കാൻ വേണ്ടി തയ്യാറാകുന്നതും തീരുമാനിക്കുന്നതുമാണ് വിവാഹം എന്ന് പറഞ്ഞാൽ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം അതിനേക്കാൾ സുപ്രധാനമായ ബന്ധമാണ്. ഈ ലോകത്തിലും വരുവാനുള്ള ലോകത്തിലും വച്ച് എല്ലാ മനുഷ്യരും അത്യാവശ്യമായിട്ട് ബന്ധം ഉണ്ടാകേണ്ടത് ജീവിക്കുന്ന ദൈവമായ കർത്താവുമായിട്ടാണ്. ഒരു പരിചയവും നമുക്കില്ല എങ്കിൽ പോലും നമുക്കറിയാം, കണ്ണടച്ച് ഒരു ആശങ്കയ്ക്കും വകയില്ലാതെ പൂർണ്ണമായിട്ട് ഈ ദൈവവുമായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ സാധിക്കും. ഈ ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമുക്ക് വരാൻ സാധിക്കും. കാരണം അവൻ അത്രയ്ക്ക് യോഗ്യനാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഭൂമിയിലുള്ള ബന്ധങ്ങൾ നമ്മൾ സ്ഥാപിക്കുമ്പോൾ നമുക്കൊരു നിശ്ചയമില്ല, ഞാൻ കൂട്ടുകൂടാൻ പോകുന്ന എൻ്റെ ജീവിത പങ്കാളി മരണം വരെ എല്ലായ്പ്പോഴും എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നുള്ളത്. എന്നാൽ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നമുക്കൊരു ആശങ്കയില്ല. അവൻ ലോകാവസാനത്തോളം എല്ലാ നാളും എല്ലാ കാലാവസ്ഥയിലും എല്ലാ കാലത്തും കൂടെ ഇരിക്കുന്നവനും മാത്രമല്ല, നമ്മെ താങ്ങെ വഴി നടത്തുന്നവനും കൂടെയാണ്. അതുകൊണ്ട് ഈ കർത്താവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ വരാത്ത ആരെങ്കിലും ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ആഹ്വാനം ചെയ്യുകയാണ്. ലോകാവസാനം വരെ നമ്മെ പോറ്റി പുലർത്തുവാൻ കഴിയുന്ന, ആരെല്ലാം കൈവിട്ടാലും ഒരിക്കലും കൈവിടാത്ത, ഉപേക്ഷിക്കാത്ത, എന്നും കൂടെ ഇരിക്കാമെന്ന് വാക്ക് പറഞ്ഞ കർത്താവിൽ ആശ്രയം വെച്ചവരായ ദൈവമക്കളായ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. ഈ ആശയം വരുന്നൊരു ഗാനം നമുക്ക് പാടി കേൾക്കാം. സാധു എന്നെ കൈവിടാതെ എന്ന് തുടങ്ങുന്ന ഗാനം നമുക്ക് പാടി കേൾക്കാം. പുല്ലാന്നുള്ള സഭയിലെ ഫേബ ജോയ് നമുക്ക് വേണ്ടി ഇപ്പോഴും ആലപിക്കുന്നു.
പാടിക്കേട്ടതുപോലെ ഈ ഭൂമിയിലെ നമ്മുടെ വേല തികയ്ക്കുന്ന നാളിൽ കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ തൻ്റെ സന്നിധിയിൽ നമ്മെ ചേർക്കും. ആ കാര്യത്തിൽ അവൻ വിശ്വസ്തനാണ്. ഈ ഭൂമിയിൽ നമ്മെ അനാഥരായിട്ട് വിട്ടേച്ച് പോകുന്ന ദൈവമല്ലല്ലോ നമ്മുടെ കർത്താവ്. ആ പ്രത്യാശയോടെ നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഗാനങ്ങൾ ആലപിച്ച പ്രിയ പൈതങ്ങളോടുള്ള നന്ദി അറിയിക്കുന്നു. നോട്ടീസിൽ ഒരുപക്ഷെ ആദ്യത്തെ നോട്ടീസ് നിങ്ങൾ കണ്ടു കാണും. ഇന്ന് ജെയിംസ് വർഗീസ് അങ്കിളായിരുന്നു വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അങ്കിളിന് പെട്ടെന്ന് ശാരീരികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായി. തീരെ വയ്യാത്തത് കൊണ്ട് വരാൻ സാധിക്കില്ല എന്നറിഞ്ഞപ്പോൾ ഇന്ന് രാത്രി തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നുള്ളൊരു ആശങ്ക ഉണ്ടായെങ്കിലും പ്രിയ ഫിന്നി കർത്താവിൻ്റെ ദാസൻ ആ കാര്യം താൻ ഏറ്റെടുത്തു. വചന ശുശ്രൂഷ നിർവഹിക്കാൻ സമ്മതിച്ചു. അങ്ങനെയാണ് വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഫിന്നി സഹോദരനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ സാധിച്ചത്. തുടർന്നുള്ള സമയം ഈ വർഷത്തിൻ്റെ ആദ്യത്തെ TBF-ൻ്റെ സന്ദേശം നമുക്ക് കർത്താവിൻ്റെ ദാസൻ ഫിന്നി സഹോദരനിലൂടെ കേൾക്കാം. അതിനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച ദിവസം നമുക്ക് ഇപ്രകാരം ഇങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കൂടി വരുവാൻ തക്കവണ്ണം ദൈവം അനുവദിച്ച ഈ കൃപയോർത്ത് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. പ്രിയ ഷിജി ബ്രദർ ഓർപ്പിച്ചതുപോലെ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ജെയിംസ് അങ്കിളുടെ മെസ്സേജ് കേൾക്കാമെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ വളരെ പെട്ടെന്ന് തനിക്ക് തീരെ ശാരീരികമായിട്ട് തീരെ വയ്യാതെയായി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. എനിക്കും അല്പമായിട്ടുള്ള ചുമയുടെ പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായിരുന്നു. അത് മാറി വരുന്നതേ ഉള്ളൂ, കുറഞ്ഞു വരുന്നതേ ഉള്ളൂ. മരുന്നൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ഇന്ന് മറ്റേ ആരെയും ലഭിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. എങ്കിലും ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനത്തിൽ നിന്ന് ചില ആലോചനകൾ ഈ പുതുവർഷ ആരംഭത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അനേക പരിചയക്കാർ നമുക്ക് ഉണ്ട്. എന്നാൽ അതേസമയം തന്നെ ആത്മാർത്ഥമായ സുഹൃത്തുക്കളും നമ്മുടെ ജീവിതത്തിലുണ്ട്. പരിചയക്കാർ അനവധി കാണും, എന്നാൽ ആത്മാർത്ഥമായിട്ടുള്ള സുഹൃത്തുക്കൾ അത് വളരെ കുറവാണ്. വിരലിൽ എണ്ണാവുന്ന ആളുകളെ നമുക്ക് സുഹൃത്തുക്കളായിട്ട്, ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ സവിശേഷത? ആ ഒരു സുഹൃത്ത്, നമ്മുടെ സുഹൃത്ത്, നമ്മൾക്ക് പരിചയമുള്ള ആ വ്യക്തി, അദ്ദേഹം നമ്മുടെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറയണമെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ക്വാളിറ്റീസ്? ഏതൊക്കെ അർത്ഥത്തിലാണ് അദ്ദേഹം എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്? അതൊന്ന് ചിന്തിക്കുവാൻ ഈ പ്രാരംഭത്തിൽ തന്നെ ഒന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, അനേക ക്വാളിറ്റീസ് വേണം, അനേക സവിശേഷതകൾ ഉണ്ടെങ്കിലേ ഒരു വ്യക്തി നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും, നമ്മുടെ ജീവിതത്തിന് എല്ലാ കാര്യങ്ങളും ഒപ്പം നിൽക്കുന്നവനാണ് എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒന്നാമതായിട്ട് നമുക്ക് അദ്ദേഹത്തോട് വളരെ താല്പര്യം തോന്നണം, വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തി ആയിരിക്കണം നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, നാം അദ്ദേഹത്തോട് വളരെയധികം സമയം ചെലവഴിക്കുവാൻ താല്പര്യമുള്ള വ്യക്തിയായിരിക്കണം. നമ്മോടൊപ്പവും സമയം ചെലവഴിക്കുവാൻ താല്പര്യമുള്ള ഒരു വ്യക്തി ആയിരിക്കണം. നമ്മെക്കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാവുന്ന, നമ്മെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. മാത്രമല്ല, ഒരേ താല്പര്യങ്ങളുള്ള വ്യക്തികളെ, ഒരേ ഇൻട്രസ്റ്റുകളുള്ള വ്യക്തികളെയാണ് പലപ്പോഴും ആത്മാർത്ഥ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത്. തീർന്നില്ല, നമ്മെ എപ്പോഴും നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ സഹായിക്കുവാനും താങ്ങുവാനും നമ്മെ സംരക്ഷിക്കുവാനും എപ്പോഴും തയ്യാറായിരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് എന്ന് പറയുന്നത്. പരിചയക്കാർ അനവധി കാണുമെങ്കിലും
നമ്മുടെ ജീവിതത്തിൽ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ചില ഒന്നോ രണ്ടോ ആത്മാർത്ഥ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഇതാണ് ഒരു ആത്മാർത്ഥ സുഹൃത്തിൻ്റെ, ഒരു ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ക്വാളിറ്റീസ് എന്ന് പറയുന്നത്. എന്നാൽ ഒരു ചോദ്യം കൂടെ ചോദിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്കെല്ലാവർക്കും സുഹൃത്ത് വലയങ്ങളുണ്ട്, ഒരു ഇന്നർ സർക്കിൾ നമുക്കെല്ലാവർക്കുമുണ്ട്. നാം എല്ലാ കാര്യങ്ങളും പങ്കുവയ്ക്കുന്ന ഒരു ഇന്നർ സർക്കിളുണ്ട്. എന്നാൽ ആ ഇന്നർ സർക്കിളിൽ, ആ ആത്മാർത്ഥ സുഹൃത്ത് വലയത്തിൽ ദൈവത്തെ നാം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ദൈവത്തിന് ആ സുഹൃത്ത് വലയത്തിൽ, ആ സൗഹൃദ ബന്ധത്തിൽ, ആ ഇന്നർ സർക്കിളിൽ നാം എന്തെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? ഈ പുതുവർഷത്തിൽ ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ സന്ദേശം ആരംഭിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഞാൻ ദൈവത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്ന് ദൈവം നമ്മെക്കുറിച്ച് സാക്ഷ്യം പറയുമോ? ഇതാണ് ഈ ഒരു ചോദ്യം ചോദിക്കുവാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് വന്നത്. എന്തായിരിക്കും ഈ പുതുവർഷത്തിൽ, ഈ വർഷം അവസാനിക്കുമ്പോൾ ദൈവം നമ്മെക്കുറിച്ച് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? ഈ വ്യക്തി, ഈ സഹോദരൻ, ഈ സഹോദരി, അവൻ എൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു എന്ന സാക്ഷ്യം ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഇടയായി തീരുമോ? നമ്മൾ വളരെ ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒരു വസ്തുതയാണ്. അനേക ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമുക്കുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ നാം ആരാണ്? ദൈവം നമ്മുടെ ജീവിതത്തിൽ ഏത് സ്ഥാനമാണ് വഹിക്കുന്നത്? ഇത് വളരെ ഗൗരവമായിട്ട് നാം ചിന്തിക്കേണ്ടതാണ്. നാം ചരിത്രത്തിൻ്റെ താളുകൾ, അല്ലെങ്കിൽ ദൈവവചനത്തിൽ ബൈബിളിൻ്റെ ചരിത്രം നാം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ വിധത്തിലുള്ള അനേക ഭക്തന്മാരായിട്ടുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായിട്ട് നടന്ന, ദൈവത്തോടൊപ്പം നടന്ന അനേകം വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഹാനോക്കിനെ കുറിച്ച് പറയുന്നത്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു എന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ അനേക ഭക്തന്മാരുടെ ജീവിതം എടുത്തു നോക്കിയാൽ അവർ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തുകൊണ്ട്, ദൈവത്തെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിട്ട് കണക്കാക്കിക്കൊണ്ട് അവർ അവരുടെ ജീവിതം മുന്നോട്ട് നയിച്ചു. എന്നാൽ അതിലെല്ലാം ഉപരിയായിട്ട് ദൈവം സാക്ഷ്യം പറഞ്ഞ, ഈ വ്യക്തി എൻ്റെ സുഹൃത്താണ് എന്ന് സാക്ഷ്യം പറഞ്ഞ ചില വ്യക്തികളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അനേക ഭക്തന്മാരുണ്ട്. എന്നാൽ ദൈവം അപ്രകാരം വളരെ വ്യക്തമായിട്ട് ഈ വ്യക്തി എൻ്റെ സുഹൃത്തായിരുന്നു, അവൻ എൻ്റെ സ്നേഹിതനാണ് എന്ന് പറയുന്ന, സാക്ഷ്യം പറയുന്ന ചിലരെക്കുറിച്ച് നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നു. വാസ്തവത്തിൽ അങ്ങനെ സാക്ഷ്യം ലഭിച്ച രണ്ട് വ്യക്തികളെ ദൈവവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ആരൊക്കെയാണത്? അറിയാവുന്നവർ ഒന്ന് ഉത്തരം പറഞ്ഞാൽ നല്ലതായിരിക്കും. രണ്ട് വ്യക്തികളെക്കുറിച്ച് ഈ വ്യക്തി എൻ്റെ സ്നേഹിതനാണ്, ഈ വ്യക്തി എൻ്റെ സുഹൃത്താണ് എന്ന് ദൈവാത്മാവ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൂ. അനേകർ ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു. വിശ്വാസവീരന്മാരുടെ പട്ടിക പരിശോധിച്ചു കഴിഞ്ഞാൽ അനേകർ ദൈവത്തിൻ്റെ സുഹൃത്തുക്കളായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. എങ്കിലും രണ്ട് വ്യക്തികളെക്കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുള്ളൂ. ആരൊക്കെയാണ് ആ രണ്ട് വ്യക്തികൾ? വളരെ എളുപ്പമാണ് ഉത്തരം, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അറിയാവുന്നവർക്ക് ഉത്തരം പറയാം. ആരൊക്കെയാണ് ആ വ്യക്തികൾ? മോശ. വെരി ഗുഡ്, നല്ലൊരു ഉത്തരമാണ്. മോശ. പിന്നെ ഒരു വ്യക്തിയും കൂടെ ഉണ്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്ന് ദാവീദിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവൻ എൻ്റെ സ്നേഹിതനാണ്, സുഹൃത്താണ്. വാസ്തവത്തിൽ ആ വ്യക്തിയെക്കുറിച്ചാണ് കൂടുതൽ തവണ ബൈബിളിൽ നമുക്ക് ആ പദം, ഇവൻ എൻ്റെ സ്നേഹിതനാണ് എന്ന പദം പുതിയ നിയമത്തിൽ ഉൾപ്പെടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. ആരാണ് ആ വ്യക്തി? അബ്രഹാം. വെരി ഗുഡ്, അബ്രഹാം. അപ്പോൾ ഈ രണ്ട് വ്യക്തികളെക്കുറിച്ചാണ്, അബ്രഹാമും മോശയെക്കുറിച്ചാണ്, ഇവൻ എൻ്റെ സ്നേഹിതനാണ്, ഇവൻ എൻ്റെ സുഹൃത്താണ്. ഞാൻ വാക്യങ്ങളൊന്നും എടുക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അനേക വാക്യങ്ങളിൽ നമുക്ക് അത് കാണാനായിട്ട് സാധിക്കുന്നു. അബ്രഹാമിനെ കുറിച്ചാണ് കൂടുതൽ തവണ അത് പറഞ്ഞിട്ടുള്ളത്. മോശയെക്കുറിച്ചും ഇവൻ എൻ്റെ സുഹൃത്തായിരുന്നു, ഇവൻ എൻ്റെ സ്നേഹിതനാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ പുതുവർഷത്തിൽ ദൈവത്തിൻ്റെ സ്നേഹിതനായിട്ട് തീരണമെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ടത്? എന്തൊക്കെയാണ് നാം പാലിക്കേണ്ടത്? എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്? അതാണ് ഇന്ന് ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ട് വ്യക്തികളുടെ പേര് ഇവിടെ പറഞ്ഞു, എങ്കിലും എബ്രഹാമിനെ കുറിച്ച് ഞാൻ അധികം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. മോശയുടെ ജീവിതത്തെ ആസ്പദമാക്കി എന്തുകൊണ്ടാണ് ഈ മോശയെ ദൈവം ഒരു സുഹൃത്തായിട്ട് പരിഗണിച്ചത്, ഒരു സ്നേഹിതനായിട്ട് പരിഗണിച്ചത്?
അങ്ങനെ ആ കാര്യം നാം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ മോശയുടെ ജീവിതത്തിൽ നിന്ന് പകർത്തുവാൻ കഴിയുന്ന എന്തൊക്കെ മാതൃകകളാണ് ഉള്ളത്, അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പാലിക്കുവാനായിട്ട് കഴിയും, ഈ കാര്യങ്ങളൊക്കെയാണ് ഇന്ന് അല്പസമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമുക്ക് പ്രാരംഭമായിട്ട് ഒരു വാക്യം വായിച്ചുകൊണ്ട് ഈ പഠനത്തിലേക്ക് കടക്കുവാനായിട്ട് ഒന്ന് ആഗ്രഹിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. വളരെ മനോഹരമായൊരു വാക്യം. അവിടെ ദൈവാത്മാവ് മോശയെക്കുറിച്ച് എഴുതിയിരിക്കുന്ന വളരെ മനോഹരമായൊരു സാക്ഷ്യമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് എടുത്ത് വായിക്കാവുന്നതാണ്. പുറപ്പാട് പുസ്തകം പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. എക്സോഡസ് ചാപ്റ്റർ 33 and 11. മതി. വളരെ മനോഹരമായൊരു വാക്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. എത്രയോ മനോഹരമായിരിക്കുന്ന വാക്യം. അതായത് മോശ ദൈവത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്തായിരുന്നു. അങ്ങനെ ഒരു സാക്ഷ്യം ലഭിച്ച വ്യക്തിയായിരുന്നു മോശ എന്ന് പറയുന്ന വ്യക്തി. തൻ്റെ ദൈവത്തോട് വളരെയധികം സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിച്ച വ്യക്തി, ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ അതുപോലെ പകർത്തിയ, ദൈവത്തിൻ്റെ താല്പര്യങ്ങൾ അത് പാലിക്കുവാനായിട്ട് വളരെയധികം പരിശ്രമിച്ച വ്യക്തിയായിരുന്നു മോശ. ദൈവത്തിൻ്റെ ആ സംരക്ഷണവും കരുതലും ഒക്കെ അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ ഭാഗ്യം ലഭിച്ച ഒരു വ്യക്തിയായിരുന്നു മോശ എന്ന് പറയുന്ന ഈ വ്യക്തി. ആ വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ മനോഹരമായ സാക്ഷ്യം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുത്തൻ തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ യഹോവ മോശയോട് അഭിമുഖമായി സംസാരിച്ചു. നമുക്കറിയാം ഒരു സ്നേഹിതനോട് എങ്ങനെയാണ് നാം സംസാരിക്കുന്നതെന്ന്. ഒരുപക്ഷെ നമ്മൾ ഫോണിൽ കൂടെയാണ് സംസാരിക്കുന്നതെങ്കിൽ 1 മണിക്കൂർ പോയാലും നാം അറിയുകയില്ല. 1 മണിക്കൂർ കഴിഞ്ഞാലും നമുക്ക് തോന്നുന്നത് എന്താണ്, 10 മിനിറ്റ് മാത്രമേ കഴിഞ്ഞുള്ളൂ എന്ന് നാം ചിന്തിക്കും. അത്ര താല്പര്യത്തോടെയാണ് നാം സ്നേഹിതന്മാരോട് സംസാരിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ യഹോവ മോശയോട് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ അഭിമുഖമായി സംസാരിച്ചു. അപ്പോൾ എന്താണ് ഇങ്ങനെ മോശയോട് ഒരു സ്നേഹിതനെ പോലെ സംസാരിക്കുവാൻ തക്കവണ്ണം ദൈവത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? അത് ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം അത് തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുകയാണെങ്കിൽ ദൈവം നമ്മോട് ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ മുഖാമുഖം സംസാരിക്കുമെന്ന കാര്യത്തിന് യാതൊരു സംശയമില്ല. ഇത് വലിയൊരു പദവിയാണ്, വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇത്തരത്തിൽ മോശയോട് ദൈവം സംസാരിക്കുവാനായിട്ട് ദൈവത്തെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ? അനേക ഘടകങ്ങളുണ്ട്, അനേക ഫാക്ടേഴ്സ് ഉണ്ട്. എങ്കിലും അതെല്ലാം ഒന്ന് എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഈ അധ്യായത്തിൽ മാത്രം ഒതുങ്ങിക്കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഒന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ആ ഒരു ഘടകം, ഫാക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ 7-ാം വാക്യത്തിൽ 7ഉം 8ഉം വാക്യങ്ങൾ, ഈ അധ്യായത്തിൻ്റെ തന്നെ പുറപ്പാട് പുസ്തകം 33-ന്റെ 7ഉം 8ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവിടെ എന്താ നാം വായിക്കുന്നത്? മോശെ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത് പാളയത്തിൽ നിന്ന് ദൂരത്തടിച്ചു, അതിന് സമാഗമന കൂടാരം എന്ന് പേറിട്ടു. യഹോവയെ അന്വേഷിക്കുന്നവരെല്ലാം പുറപ്പെട്ട് പാളയത്തിന് പുറത്തുള്ള സമാഗമന കൂടാരത്തിൽ ചെന്നു. അപ്പോൾ ഇവിടെ നാം കാണുന്നത് എന്താണ്? മോശെ കൂടാരമെടുത്ത് പാളയത്തിന് പുറത്ത്, പാളയത്തിൽ നിന്ന് ദൂരത്ത് അടിച്ചു, അതിന് സമാഗമന കൂടാരമെന്ന് പേർ ഇട്ടു. എന്തിനാണ് ഇങ്ങനെ മോശ ഈ സമാഗമന കൂടാരത്തിൽ ഇങ്ങനെ ഒരു കൂടാരം അടിച്ച്, പാളയത്തിന് പുറത്തൊരു കൂടാരം അടിച്ച് എന്തിനാണ് മോശ അങ്ങനെ അവിടെ സമയം ചെലവഴിച്ചത്? താഴോട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, ദൈവത്തോട് സമയം ചെലവഴിക്കുവാൻ, ദൈവത്തോട് ആലോചനകൾ ചോദിക്കുവാൻ വേണ്ടി മോശ ഒരു കൂടാരം അടിക്കുകയാണ്. ഇവിടെ ഈ സമാഗമന കൂടാരം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുവാനായിട്ട് സാധ്യതയുണ്ട്. ഇത് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഒക്കെയുള്ള സമാഗമന കൂടാരമല്ല, മറിച്ച് ഇത് മോശ ചെയ്ത ഒരു ക്രമീകരണമാണ്. ആ മരുഭൂമിയിൽ വെച്ച് ദൈവത്തോട് സമയം ചെലവഴിക്കുവാൻ വേണ്ടി മോശ പാളയത്തിന് പുറത്ത് വെച്ച് അടിക്കുന്ന
ഒരു കൂടാരമാണ്. ആ കൂടാരത്തെയാണ് ഇവിടെ സമാഗമന കൂടാരം. ദൈവത്തോടൊന്ന് സമാഗമിക്കുവാൻ വേണ്ടി, ദൈവത്തോടൊന്ന് അടുത്തിരിക്കുവാൻ വേണ്ടി മോശ ചെയ്യുന്ന ഒരു താൽക്കാലിക ക്രമീകരണമാണ് ഈ സമാഗമന കൂടാരം എന്ന് പറയുന്നത്. കാരണം ഈ സമയത്ത് ഈ സംഭവങ്ങൾ നടക്കുമ്പോൾ സമാഗമന കൂടാരം അത് സ്ഥാപിക്കപ്പെട്ടിട്ടില്ല. അതിനു മുമ്പുള്ള സംഭവങ്ങളാണ് ഈ 33-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത് മോശയുടെ ഒരു താൽക്കാലികമായ ഒരു ക്രമീകരണമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 8-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മോശ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജനമൊക്കെയും എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ്റെ കൂടാരവാതിൽക്കൽ നിന്നു. മോശ കൂടാരത്തിന് അടുത്ത് കടക്കുവോളം അവനെ നോക്കിക്കൊണ്ടിരുന്നു. മോശ കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും യഹോവ മോശയോട് സംസാരിക്കുകയും ചെയ്തു. ജനമെല്ലാം കൂടാരവാതിൽക്കൽ മേഘസ്തംഭം നിൽക്കുന്നത് കണ്ടു. ജനമെല്ലാം എഴുന്നേറ്റ് ഓരോരുത്തൻ താൻ്റെ കൂടാരത്തിൽ വെച്ച് നമസ്കരിച്ചു. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്? ഈ വലിയ തിരക്കിനിടയിലും 25 ലക്ഷത്തോളം വരുന്ന ഇസ്രായേൽ മക്കളെ ഈ മരുഭൂമിയിൽ കൂടി നയിച്ചുകൊണ്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് മോശ എന്ത് ചെയ്യുന്നത്? ഈ സമാഗമന കൂടാരം അടിച്ച് ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതാണ്: ഏതു തിരക്കിനിടയിലും ദൈവത്തോട് സമയം ചെലവഴിക്കുവാൻ വേണ്ടി മോശ തൻ്റെ ജീവിതത്തിൽ മുൻഗണന കൊടുത്തു. ദൈവമായിരുന്നു മോശയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി. ഏറ്റവും പ്രധാനപ്പെട്ട ആത്മാർത്ഥ സുഹൃത്ത് മോശയെ സംബന്ധിച്ച് ആരായിരുന്നു? അത് ദൈവം തന്നെ ആയിരുന്നു. ദൈവത്തോട് സമയം ചെലവഴിക്കുവാനായിട്ട് മുൻഗണന കൊടുത്ത വ്യക്തിയായിരുന്നു മോശ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണ് ദൈവം മോശയോടൊരു സുഹൃത്തെന്ന പോലെ പരിഗണിച്ചുകൊണ്ട് മുഖാമുഖമായി സംസാരിച്ചു. നമുക്കറിയാം, നമുക്കെല്ലാവരുടെ ജീവിതത്തിൽ അനേക തിരക്കുള്ളവരാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ അനേക എക്സ്ക്യൂസസ്, ഒഴിവുകഴിവുകൾ പറയുന്നവരാണ് നാം. നമുക്ക് സമയമില്ല ദൈവത്തോട് സമയം ചെലവഴിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ബൈബിൾ വായിക്കുവാനൊന്നും നമുക്ക് സമയമില്ല, വലിയ തിരക്കാണ്. ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏറ്റവും കൂടുതൽ ഒഴിവുകഴിവ് പറയുവാൻ, എക്സ്ക്യൂസസ് പറയുവാൻ അർഹതയുള്ള വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അത് മോശയാണ്. എന്തെങ്കിലുമൊക്കെ എക്സ്ക്യൂസ് പറയുവാൻ അർഹതയുണ്ടെങ്കിൽ അത് മോശയ്ക്ക് മാത്രമാണ്. 25 ലക്ഷത്തോളം പേർ വരുന്ന ആ സമൂഹത്തെ ഇവിടെ മരുഭൂമിയിൽ കൂടെ നയിച്ചു കൊണ്ടുപോവുകയാണ്. എന്നാൽ അത്ര തിരക്കിനിടയിലും മോശ എന്ത് ചെയ്യുകയാണ്? ഈ സമാഗമന കൂടാരം താൽക്കാലികമായൊരു ക്രമീകരണം അടിച്ചുകൊണ്ട് പാളയത്തിന് പുറത്ത് ഒറ്റയ്ക്ക് താന് ദൈവവുമായിട്ട് സമയം ചെലവഴിക്കുകയാണ്. ഇംഗ്ലീഷ് ബൈബിൾ നാം വായിക്കുന്നത് ഹി യൂസ്ഡ് ടു പിച്ച് എ ടെന്റ് ഓഫ് മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് സ്ഥിരമായിട്ട് മരുഭൂമിയിലായിരുന്ന സമയത്ത് സ്ഥിരമായിട്ട് ചെയ്തിരുന്ന മോശയുടെ ഒരു പതിവ് ക്രമീകരണമായിരുന്നു. അപ്പോൾ മോശ വളരെയധികം ദൈവത്തോട് സമയം ചെലവഴിക്കുവാനായിട്ട് കൊതിച്ച, ആഗ്രഹിച്ച, അതിന് മുൻഗണന ദൈവത്തിന് മുൻഗണന കൊടുത്ത വ്യക്തിയായിരുന്നു മോശ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ടാണ് ദൈവം തൻ്റെ സ്നേഹിതനോട് സംസാരിക്കുന്ന പോലെ മോശയോട് അഭിമുഖമായി സംസാരിച്ചത്. സംഖ്യാപുസ്തകത്തിലേക്ക് വരുമ്പോഴും നമുക്ക് ഈ മോശയെക്കുറിച്ചുള്ള അനുഗ്രഹീതമായ ഒരു സാക്ഷ്യം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെ സംഖ്യാപുസ്തകം 12:8 നാം ഇങ്ങനെ വായിക്കുന്നു: അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. ദൈവം മോശയെക്കുറിച്ച് പറയുകയാണ്, അവനോട് ഞാൻ ഒന്നും മറപൊരുളായിട്ട്, ഒന്നും വേഗമായിട്ടൊന്നുമല്ല സംസാരിക്കുന്നത്, വളരെ ക്ലിയറായിട്ട്, അഭിമുഖമായിട്ട്, സ്പഷ്ടമായിട്ട് ഞാൻ മോശയോട് സംസാരിക്കുന്നു. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അങ്ങനെ ഇരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്ത്? ഇതിൻ്റെ പശ്ചാത്തലം ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂശിയ സ്ത്രീയെ വിവാഹം കഴിച്ചത് കൊണ്ട് ഈ മോശയുടെ സഹോദരങ്ങളായ മിരിയവും അഹരോനും മോശയ്ക്ക് വിരോധമായി സംസാരിച്ചപ്പോൾ അവിടെ മോശയ്ക്ക് വേണ്ടി ദൈവം ഒരു അഡ്വക്കേറ്റിനെ പോലെ, ഒരു വക്കീലിനെ പോലെ വാദിക്കുകയാണ്. മോശയ്ക്ക് വേണ്ടി സംസാരിക്കുവാൻ ദൈവം തന്നെ രംഗപ്രവേശനം ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഇവനോട് ഞാൻ എല്ലാം സ്പഷ്ടമായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്, ഇവൻ എൻ്റെ മുഖം കണ്ടിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി നിങ്ങൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു? അപ്പോൾ ഇവിടെയും വളരെ സ്പഷ്ടമായിട്ട് താൻ ദൈവത്തിൻ്റെ സ്നേഹിതനാണ് എന്ന ആ ഒരു സാക്ഷ്യം ഇവിടെയും നമുക്ക് മോശയെക്കുറിച്ച് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നാമത്തെ കാര്യം,
ദൈവത്തെ പ്രേരിപ്പിച്ച, ഇവൻ എൻ്റെ സ്നേഹിതനെന്ന്, സുഹൃത്തെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തെ പ്രേരിപ്പിച്ച ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് എന്താണ്? മോശ തൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുത്തു, മുൻഗണന കൊടുത്തു. ഏത് തിരക്കിനിടയിലും ഒരു കൂടാരം, സമാഗമന കൂടാരം ഒരുക്കി അവിടെ മോശ ദൈവത്തോട് സംസാരിച്ചു. എന്താണ് നമ്മളവിടെ കാണുന്നത്? കൂടാരത്തിൽ കടക്കുമ്പോൾ മേഘസ്തംഭം ഇറങ്ങി കൂടാരവാതിൽക്കൽ നിൽക്കുകയും. എത്രയോ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കണം. ഇസ്രായേൽ മക്കളൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. മേഘസ്തംഭം ഇറങ്ങി മോശ ഇരിക്കുന്ന കൂടാരവാതിൽക്കൽ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുവാനായിട്ട് നാം സമയം ചെലവഴിക്കുമ്പോൾ, ദൈവത്തിന് മുൻഗണന കൊടുത്തുകൊണ്ട് നാം ഒറ്റയ്ക്ക് ആ ശാന്ത സമയം നാം ചെലവഴിക്കുമ്പോൾ സ്വർഗം തന്നെ നമ്മുടെ അരികിലേക്ക് ഇറങ്ങി വരും എന്നതാണ് ഈ പറഞ്ഞതിൻ്റെ സാരം. ദൈവത്തിൻ്റെ സാന്നിധ്യം മേഘസ്തംഭമായിട്ട് മോശയ്ക്ക് അരികിലേക്ക് ഇറങ്ങി വന്നു. ഇസ്രായേൽ മക്കളൊക്കെ അത് കണ്ടുകൊണ്ട് അവരുടെ കൂടാരവാതിൽക്കലിരുന്ന് അവരും ദൈവത്തെ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്തു. അതാണ് നമുക്ക് അവിടെ വായിക്കാനായിട്ട് സാധിക്കുന്നത്. ഇതാണ് ഒന്നാമത്തെ കാര്യമെന്ന് പറയും. ഇനി രണ്ടാമത്തെ കാരണം കൂടെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ദൈവത്തെ പ്രേരിപ്പിച്ച, മോശ എൻ്റെ സ്നേഹിതരെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തെ പ്രേരിപ്പിച്ച രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ഇതാണ്: മോശയുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരുന്നു. ഒന്നുകൂടെ പറയാം, മോശയുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന വിഷയങ്ങളായിരുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ദൈവത്തിൻ്റെ ഹിതപ്രകാരമാണ് മോശ തൻ്റെ പ്രാർത്ഥന വിഷയങ്ങൾ ക്രമീകരിച്ചത്. അതുകൊണ്ടാണ് മോശയോട് ദൈവത്തിന് വളരെയധികം ഒരു സ്നേഹമുണ്ടായത്, ഒരു സുഹൃത്തിനെ പോലെ ദൈവം പരിഗണിച്ചത്. നമ്മൾ ഈ അധ്യായത്തിൽ തന്നെ മോശയുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, മനോഹരമായ പ്രാർത്ഥനാ വിഷയങ്ങൾ താഴോട്ടുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പ്രധാനമായിട്ട് 3 വിഷയങ്ങളാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ 3 വിഷയങ്ങൾ വളരെ വേഗത്തിലൊന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എന്താണ് മോശയുടെ ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയമെന്ന് പറയുന്നത്? പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം ഒന്ന് വായിക്കാം. 13-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് എടുത്ത് വായിക്കാവുന്നതാണ്. മതി. അപ്പോൾ ഇവിടെ ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം, ദൈവഹിതപ്രകാരമുള്ള മോശയുടെ ആദ്യത്തെ പ്രാർത്ഥനാ വിഷയം നമുക്കിവിടെ കാണുന്നു. എന്താണത്? നിന്റെ വഴി എന്നെ അറിയിക്കണമേ. ദൈവത്തിൻ്റെ ഹിതം, മുന്നോട്ടുള്ള ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണ് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയുവാനായിട്ട് മോശ ആഗ്രഹിച്ചു. ദൈവത്തിൻ്റെ ഹിതം അറിയുവാൻ ആഗ്രഹിച്ച, ദൈവത്തിൻ്റെ വഴികൾ അറിയുവാൻ ആഗ്രഹിച്ച മോശ. നമ്മൾ റോമാലേഖനം 12:2 നാം വായിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. അപ്പോൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ട് ആ ദൈവത്തിൻ്റെ പൂർണ്ണതയുള്ള ദൈവത്തിൻ്റെ ഹിതം, ഏറ്റവും നന്മയുള്ള ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിന് പ്രസാദകരമായിരിക്കുന്ന ദൈവഹിതം, ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ എന്നാണ് ദൈവാത്മാവ്, ദൈവവചനം നമ്മോട് കൽപ്പിക്കുന്നത്. നമ്മോടുള്ള വലിയ കൽപ്പനയാണ്. നമ്മൾ വാസ്തവത്തിൽ അതിൻ്റെ ഗ്രീക്ക്, അതിൻ്റെ മൂലഭാഷ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: കീപ്പ് ഓൺ ബീയിങ് ട്രാൻസ്ഫോംഡ്. കീപ്പ് ഓൺ ബീയിങ് ട്രാൻസ്ഫോംഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇത് അനുദിന ജീവിതത്തിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് ഒരു സമയത്ത്, ഒരു നിമിഷം സംഭവിക്കേണ്ട കാര്യമല്ല. അനുദിന ജീവിതത്തിൽ റെഗുലറായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ്. യു കീപ്പ് ഓൺ ബീയിങ് ട്രാൻസ്ഫോംഡ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്തിനു വേണ്ടി? ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ ആലോചനകൾ എന്താണ് എന്ന് അറിയുവാൻ. വാസ്തവത്തിൽ മോശയുടെ ഒരു വലിയ സവിശേഷത ഇതായിരുന്നു. ദൈവത്തിൻ്റെ വഴി എല്ലാ സമയത്തും ഓരോ സെക്കൻഡിലും അറിയുവാനായിട്ട് മോശ ആഗ്രഹിച്ചു. നമുക്കറിയാം, മോശ വളരെ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. വലിയ പദവികളും അതുപോലെ തന്നെ വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു മോശ.
ഒരുപക്ഷെ മോശയ്ക്ക് വേണമെങ്കിൽ തൻ്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് പല കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പദ്ധതി ഇട്ടുകൊണ്ട് ഈ ഇസ്രായേൽ മക്കളെ മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ അവിടെ തൻ്റെ കഴിവിനെയോ തൻ്റെ ബുദ്ധിയെയോ ഒന്നും ആശ്രയിക്കാതെ എല്ലാ സെക്കൻഡിലും ദൈവത്തിൻ്റെ വഴി അറിയുവാനായിട്ട് മോശ ആഗ്രഹിച്ചു. അതാണ് ഇവിടെ മോശ പറയുന്നത്, നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, എന്നോട് കൃപയുണ്ടെങ്കിൽ നിൻ്റെ വഴി എന്നെ അറിയിക്കണമേ, നിനക്ക് എന്നോട് കൃപയുണ്ടാകുവാൻ തക്കവണ്ണം ഞാൻ നിന്നെ അറിയുമാറാകട്ടെ, ഈ ജാതി നിൻ്റെ ജനം എന്ന് ഓർക്കണമേ. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനാ വിഷയമാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇതാണ് ഒന്നാമത്തെ പ്രാർത്ഥനാ വിഷയം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം അതിൻ്റെ അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. 33-ന്റെ 15-ാം വാക്യത്തിൽ രണ്ടാമത്തെ പ്രാർത്ഥനാ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് നാം അവിടെ വായിക്കുന്നത്? ആർക്കൊക്കെ വായിക്കാവുന്നതാണ്. 15-ാം വാക്യം. മതി, പുറപ്പെടുവിക്കരുതേ. വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനാ വിഷയം. തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുതേ. ആദ്യം മോശ എന്താ പ്രാർത്ഥിച്ചത്? നിന്റെ വഴി, നിന്റെ ഹിതം എന്താണ് എന്ന് എന്നെ മനസ്സിലാക്കി തരണം. എനിക്ക് സ്വന്തമായിട്ട് യാതൊരു കഴിവുമില്ല, ബുദ്ധിയുമില്ല. പക്ഷേ ഈ ജനത്തെ എങ്ങനെയാണ് നയിക്കേണ്ടത്, ഇനി മുന്നോട്ട് എങ്ങനെയാണ് പോകേണ്ടതെന്ന ആലോചന നീ എനിക്ക് പറഞ്ഞു തരണം എന്ന് മോശ അപേക്ഷിക്കുന്നു. രണ്ടാമതായിട്ട് അതിലും മനോഹരമായൊരു കാര്യം എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നോടുകൂടെ പോരണം, അല്ലെങ്കിൽ നമ്മോടുകൂടെ പോരണം എന്ന് ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന മോശയെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ എന്തിനാണ് മോശ ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചത്? എല്ലായ്പ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം ഇവരോട് കൂടെ ഉണ്ടല്ലോ. പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും മുഖാന്തരം ദൈവം തൻ്റെ സാന്നിധ്യത്തെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ. എന്നാൽ വീണ്ടും ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്? അതിൻ്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഈ പ്രാർത്ഥനയുടെ ഒരു പ്രസക്തി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ അധ്യായത്തിൻ്റെ തന്നെ 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ എന്തിനാണ് മോശ ഇങ്ങനൊരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്താണ് നമ്മൾ വായിക്കുന്നത്? പുറപ്പാട് 33-ന്റെ 2-3 വാക്യങ്ങൾ. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഇവിടെ ദൈവം ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കുന്ന ആ ഒരു വാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് തന്നെ പോകുവിൻ. ഞാനൊരു ദൂതനെ നിനക്ക് മുമ്പായി അയക്കും. കനാന്യൻ, അമോര്യർ, ഹിത്യൻ, പെരിസ്യർ, ഹിവ്യർ, യെബൂസ്യർ എന്നിവരെ ഞാൻ ഓടിച്ച് കളയും. വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശാഠ്യമുള്ള ജനം ആകുന്നു. വളരെ പരിതാപകരമായിരിക്കുന്ന, സങ്കടകരമായിരിക്കുന്ന ഒരു കാര്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ദൈവം പറയുന്നത്? നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് ഞാൻ എത്തിക്കും. അങ്ങനല്ലേ പറയുന്നത്? ദേശത്തേക്ക് തന്നെ പോകുവിൻ. നിങ്ങളുടെ ശത്രുക്കളെയെല്ലാം ഞാൻ നശിപ്പിക്കും. അവരെല്ലാം അവരുടെ സ്ഥാനത്തു നിന്ന് ഞാൻ ഓടിച്ചു കളയും. അതിനുവേണ്ടി എന്ത് ചെയ്യും? ആരെ അയക്കും എന്ന് പറയുന്നേ? ഒരു ദൂതനെ അയക്കും. ഞാനൊരു ദൂതനെ അയക്കും. വാക്കുകൾ ശ്രദ്ധിക്കുക. അവിടെ ദൈവം അവരുടെ കൂടെ വരുമെന്നല്ല പറയുന്നത്, മറിച്ചെന്താ പറയുന്നത്? ഞാനൊരു ദൂതനെ നിങ്ങൾക്ക് വേണ്ടി അയക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിങ്ങൾക്ക് പോകാം. അവിടെ യാതൊരു പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകുകയില്ല. നിങ്ങളുടെ ശത്രുക്കളെല്ലാം നിങ്ങളുടെ മുമ്പാകെ ഓടിപ്പോകും. അതെല്ലാം ഞാൻ ചെയ്തു തരും. പക്ഷെ ഒരു കാര്യം മാത്രം ചെയ്യുകയില്ല. എന്താണ്? വഴിയിൽ വെച്ച് ഞാൻ നിന്നെ നശിപ്പിക്കാതിരിക്കേണ്ടതിന് ഞാൻ നിന്റെ നടുവിൽ നടക്കുകയില്ല. നീ ദുശാഠ്യമുള്ള ജനം ആകും. നോക്കുക, ഇത് വളരെ കോൺട്രഡിക്ടറി ആയിട്ട് നമുക്ക് തോന്നാം. വളരെ വൈരുദ്ധ്യമായിട്ട്, വലിയൊരു വൈരുദ്ധ്യമായിട്ട് നമുക്ക് തോന്നാം. കാരണം ദൈവം പറയുകയാണ്, ഞാൻ നിങ്ങളുടെ കൂടെ നടക്കുകയില്ല. കാരണം നിങ്ങൾ ദുശാഠ്യമുള്ള ജനം. പക്ഷേ നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ ഞാൻ നിങ്ങൾക്ക് സാധിപ്പിച്ചു തരാം. നോക്കുക, എത്രയോ പരിതാപകരമായൊരു കാര്യമാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മോശ എന്ത് പ്രാർത്ഥിക്കുന്നത്? നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരണം. മോശ പ്രാർത്ഥിക്കുന്നതിൻ്റെ അതിൻ്റെ രത്നച്ചുരുക്കം ഇതാണ്:
പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോകുന്നതല്ല എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. അല്ലെങ്കിൽ എൻ്റെ ശത്രുക്കളെ എൻ്റെ മുമ്പാകെ ഓടിച്ച് കളയുന്നതല്ല എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവിധ സുഖസൗകര്യങ്ങളും അനുഭവിക്കുന്നതല്ല എന്നെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട കാര്യം. മറിച്ച് എന്താണ്? ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത്. ബാക്കിയൊക്കെ സെക്കൻഡറിയാണ്. ബാക്കിയൊക്കെ അത് രണ്ടാമതും മൂന്നാമതും പരിഗണിക്കുന്ന വിഷയങ്ങളാണ്. മോശയെ സംബന്ധിച്ച് ശത്രുക്കൾ ഓടിപ്പോകുന്നതോ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് പോകുന്നതോ അല്ല വലിയ കാര്യം. ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ കൂടെ വരണമെന്ന് മോശ ആഗ്രഹിച്ചു. നോക്ക്, എത്രയോ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. വേണമെങ്കിൽ മോശയ്ക്ക് ഈ ദൈവം ഈ വാക്ക് പറഞ്ഞപ്പോൾ ഓക്കെ എന്നും പറഞ്ഞ് മുന്നോട്ട് പോകാമായിരുന്നു, അല്ലേ? കാരണം അവരാഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നേടിത്തരാം, ഒരു ദൂതനെ തന്നെ അതിനുവേണ്ടി അയക്കാം, പ്രത്യേകമായിട്ട് അയക്കാമെന്ന് ദൈവം കൽപ്പിച്ചു. പക്ഷേ ഇവിടെ മോശ പറയുകയാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാതെ ഞാൻ വരികയില്ല. ഇതിനു മുമ്പ് നമുക്കറിയാം, ഈ 32 അധ്യായം വായിക്കുമ്പോൾ അവിടെ വലിയൊരു പാപം ഇസ്രായേൽ മക്കൾ ചെയ്തതുകൊണ്ടാണ് ദൈവം ഇങ്ങനെ പറയുന്നത്. എന്താണ് ആ പാപം? ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ആരാധിക്കുകയാണ്. മോശ ആ സീനായി പർവ്വതത്തിലേക്ക് പോയപ്പോൾ ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ ഇസ്രായേൽ മക്കൾ ആരാധിക്കുകയും അതിന് നമസ്കരിക്കുകയും ചെയ്യുന്ന രംഗമാണ് 32 അധ്യായത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തിരിച്ചിറങ്ങി മോശ വളരെ ദേഷ്യത്തോടെ ആ കൽപ്പലകകൾ എറിഞ്ഞുടക്കുകയും ഈ അവരെ കൊണ്ടത് കുടിപ്പിക്കുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ ഒരു പാപം ചെയ്തത് കൊണ്ടാണ് മോശ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം അവരോട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലാണ് മോശ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, വളരെയധികം സമ്പൽ സമൃദ്ധിയും അനുഗ്രഹങ്ങളൊക്കെ ദൈവം തരുന്നത്, ദൈവം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തരുന്നവനാണ്. എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുന്നവനാണെന്നതിന് യാതൊരു സംശയവുമില്ല. പക്ഷേ എല്ലായ്പ്പോഴും അത് ദൈവപ്രസാദത്തിൻ്റെ തെളിവാകണമെന്ന് നിർബന്ധമില്ല. ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്ന് നാം എപ്പോഴും തെറ്റിദ്ധരിക്കരുത്. ഒരു പക്ഷേ മനസ്സോടെ ആയിരിക്കും ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. കാരണം ഇനി ഇവൻ്റെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഞാൻ എന്തെങ്കിലും ശിക്ഷ കൊടുത്തിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഇസ്രായേൽ മക്കളോട് ദൈവം സംസാരിക്കുന്നത്. ഇനി ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, അവർ അവരുടെ വഴിക്ക് പോകട്ടെ, എൻ്റെ സാന്നിധ്യം പക്ഷേ അവരോട് കൂടെ കാണുകയില്ല. കാരണം എനിക്ക് എതിരായിട്ടാണ് അവർ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും. പക്ഷേ ആ ഒരു സാഹചര്യത്തിലും ഇവിടെ നോക്കുക, മോശയുടെ മനോഭാവം എന്താ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം, നിന്റെ സാന്നിധ്യം എന്നോട് ഒപ്പം പോകുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും എന്താ ഇവിടെ കാണുന്നത്? നീ എന്നെ ഇവിടുന്ന് അയക്കരുത് എന്ന് മോശ ഇവിടെ പറയുകയാണ്. എത്രയോ മനോഹരമായിരിക്കുന്ന ഒരു പ്രസ്താവന. ഈ പ്രാർത്ഥനയ്ക്ക് എന്തായിരുന്നു ദൈവത്തിൻ്റെ മറുപടി? നമുക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കുന്നു. യഹോവ മോശയോട്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കുന്നു, ഞാൻ നിന്നെ അടുത്ത് അറിഞ്ഞുമിരിക്കുന്നു എന്ന് അരുളി ചെയ്യും. നോക്കുക, ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ദൈവം ഒന്ന് പൊളിച്ചെഴുതുകയാണ്. ആർക്ക് വേണ്ടി? മോശയ്ക്ക് വേണ്ടി. ആദ്യം എന്താ പറഞ്ഞത്? ഞാൻ നിന്നോട് കൂടെ പോകുകയില്ല, നിങ്ങളോട് കൂടെ പോകുകയില്ല, നിങ്ങൾ ദുശാഠ്യമുള്ള ജനം, ഇനി നിങ്ങളുമായിട്ട് യാതൊരു ഇടപാടും എനിക്കില്ല എന്ന് ദൈവം പറഞ്ഞിട്ട് ഇവിടെ എന്താ പറയുന്നത്? മോശയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതികളെല്ലാം ദൈവം തിരുത്തി എഴുതുകയാണ്. മോശയോട് പറയുകയാണ്, നീ പറഞ്ഞ ഈ വാക്ക് പോലെ ഞാൻ ചെയ്യും, എനിക്ക് നിന്നോട് കൃപ തോന്നിയിരിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നാം ഏറ്റവും ആഗ്രഹിക്കുന്നവരായി തീരണം. നാം പലപ്പോഴും പറയുന്നൊരു വാചകമാണ്, എല്ലാ മീറ്റിങ്ങുകളിലും കടന്നു വരുമ്പോൾ പറയുന്നൊരു വാചകമാണ്. എന്താണ്? പ്രാർത്ഥനയിലൊക്കെ വളരെയധികം ഉദ്ധരിക്കുന്നൊരു വാചകം, 2 or 3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ഞാൻ അവരുടെ നടുവിലുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വളരെ നല്ലൊരു കാര്യമാണ്. ദൈവത്തിൻ്റെ സാന്നിധ്യം വിളിച്ചറിയിക്കുന്നൊരു വാക്യമാണ് ഇത്. എന്നാൽ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കുക, അവിടെ എന്താ നാം വായിക്കുന്നത്? എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ, 2 or 3 പേർ എൻ്റെ നാമത്തിൽ, അതായത് ദൈവത്തിൻ്റെ ഹിതപ്രകാരം കൂടി വരുമ്പോൾ
മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകുകയുള്ളൂ. ദൈവത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം. ഈ മീറ്റിങ്ങിലും ദൈവത്തിൻ്റെ അദൃശ്യ സാന്നിധ്യം ഉണ്ട് എന്ന പ്രതീക്ഷയോടെയാണ് നാം ഇപ്പോൾ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ നാമത്തിൽ, അതായത് ദൈവത്തിൻ്റെ ആലോചന പ്രകാരം, ദൈവത്തിൻ്റെ ഹിതപ്രകാരം കൂടി വന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഈ ദൈവം നേരത്തെ പറഞ്ഞ കാര്യമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ലഭിക്കുമായിരിക്കും, പക്ഷേ ദൈവത്തിൻ്റെ പ്രസാദം, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല. അപ്പോൾ ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നാം അതിയായിട്ട് ആഗ്രഹിക്കണം. പ്രതികാര ചിന്തയോടെ നാം കൂടി വരുമ്പോൾ, അല്ലെങ്കിൽ അന്യോന്യം ബഹുമാനമില്ലാതെ, സ്നേഹമില്ലാതെ നാം കൂടി വരുമ്പോൾ, ഒരു വ്യക്തിക്ക് ദോഷമുണ്ടാകണമെന്ന വിചാരത്തോടെ നാം കൂടി വരുമ്പോൾ, കൂട്ടുസഹോദരനെതിരെ പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം, തെറ്റായ പല കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നാം കൂടി വരുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല. ദൈവത്തിൻ്റെ ഹിതപ്രകാരം നാം കൂടി വരുമ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെ മോശയെ സംബന്ധിച്ചും ദൈവത്തിൻ്റെ സാന്നിധ്യം താൻ വളരെയധികം ആഗ്രഹിച്ചു. മൂന്നാമത്തെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ചുമ വല്ലാതെ കൂടുന്നത് കൊണ്ട് അധികം പറയാനായിട്ട് സാധ്യമല്ല. വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, മോശയുടെ മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയം, അതിൻ്റെ 18-ാം വാക്യം, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. ഒന്നാമതായിട്ട് മോശ പറഞ്ഞു, നിന്റെ വഴി എന്നെ അറിയിച്ചു തരണമേ. രണ്ടാമതായിട്ട്, നിന്റെ സാന്നിധ്യം എന്നോട് കൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് അയക്കരുത്. മൂന്നാമതായിട്ട്, നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. ഇതാണ് മോശയുടെ മൂന്നാമത്തെ പ്രാർത്ഥനാ വിഷയമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ എന്തായിരുന്നു ഇതിൻ്റെ മറുപടി എന്ന് പറയുന്നത്? അനുഗ്രഹീതമായ മറുപടിയാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. 19-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാൻ നമുക്ക്. അതിൻ്റെ 33-ാം അധ്യായം, അതിൻ്റെ 19-ാം വാക്യം. ഈ പ്രാർത്ഥനയൊക്കെയുള്ള മറുപടിയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ആർക്കെങ്കിലും ഒരാൾക്ക് ഒന്ന് വായിക്കാം. 19ഉം 20ഉം. 33-ാം അധ്യായം, അതിൻ്റെ 19ഉം 20ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. മതി. ഇവിടെ പ്രാർത്ഥനയ്ക്ക് ഉടനടി ദൈവം മറുപടി മോശയ്ക്ക് കൊടുക്കുകയാണ്. എന്താണ് പറയുന്നത്? ഞാൻ എൻ്റെ മഹിമയൊക്കെയും നിന്റെ മുമ്പാകെ കടക്കുമാറാക്കി യഹോവയുടെ നാമത്തെ നിന്റെ മുമ്പാകെ ഘോഷിക്കും. വാസ്തവത്തിൽ എന്താ യഹോവ പറയുന്നത്? യഹോവയാ പറയുന്നത്. യഹോവ മോശയോട് പറയുക, എൻ്റെ നാമത്തെ ഞാൻ നിന്റെ മുമ്പാകെ ഘോഷിക്കും. യഹോവ തന്നെ യഹോവയുടെ നാമത്തെ ഘോഷിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അതാണ് ദൈവത്തിൻ്റെ തേജസ് എന്ന് പറയുന്നത്. നമ്മൾ ഇതിൻ്റെ അടുത്ത അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ശരിയായ അർത്ഥം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 34-ാം അധ്യായം, അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 34-ാം അധ്യായം, അതിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ. മതി. ആറാം വാക്യം കൂടെ വായിക്കാം. മതി. അപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നത്? മോശയുടെ പ്രാർത്ഥന എന്തായിരുന്നു? നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ. തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ ആക്ഷരികമായ തേജസ് മോശ കണ്ടു, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ 5ഉം 6ഉം വാക്യങ്ങളാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അവിടെ യഹോവ ചെയ്യുന്നത്? യഹോവയുടെ നാമത്തെ യഹോവ ഘോഷിക്കുകയാണ്. യഹോവ എന്താ പറയുന്നത്? യഹോവയായ ദൈവം കരുണയും കൃപയും ദീർഘക്ഷമയും മഹാദയയും വിശ്വസ്തതയുമുള്ളവൻ. ഇതാരാ പറയുന്നത്? യഹോവ തന്നെ മോശയ്ക്ക് മുമ്പാകെ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. താഴോട്ട് വായിക്കുമ്പോൾ അനേക മറ്റ് സവിശേഷതകൾ, യഹോവയുടെ സ്വഭാവ സവിശേഷതകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ തേജസ് മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? ദൈവം ആരാണ് എന്ന്
ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്ന് വാസ്തവത്തിൽ തിരിച്ചറിയുക, അല്ലെങ്കിൽ അനുഭവത്തിൽ അറിയുക. ദൈവം കരുണയുള്ളവനാണെന്ന് മനസ്സിലാക്കുമ്പോൾ, ദൈവം കൃപയുള്ളവനാണെന്ന് വാസ്തവത്തിൽ മനസ്സിലാക്കുമ്പോൾ, ദൈവത്തിൻ്റെ ദീർഘക്ഷമ, ദൈവത്തിൻ്റെ മഹാദയ, ദൈവത്തിൻ്റെ വിശ്വസ്തത, ഇതൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ വാസ്തവത്തിൽ എന്താ നാം ചെയ്യുന്നത്? ദൈവത്തിൻ്റെ തേജസ് പല നിലകളിൽ നാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ഇതാണ് മോശ ആഗ്രഹിച്ചത്. ദൈവത്തെ എനിക്ക് ശരിയായിട്ട് മനസ്സിലാക്കി തരണം. നമുക്കറിയാം, അന്ന് എഴുതപ്പെട്ട ദൈവവചനമില്ല, പൂർണ്ണമായി എഴുതപ്പെട്ട ദൈവവചനമില്ല. അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ മോശ ആഗ്രഹിച്ചതാണ്, ദൈവത്തെ എനിക്ക് ശരിയായ നിലയിൽ, എന്നെ മുന്നോട്ട് നയിക്കുന്ന ഈ ദൈവത്തെ ശരിയായ നിലയിൽ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുവാനുള്ള കൃപ എനിക്ക് തരണം. അതാണ് ദൈവം, അതാണ് മോശ നിന്റെ തേജസ് എനിക്ക് കാണിച്ചു തരണമേ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. വാസ്തവത്തിൽ ഇങ്ങനെ ഈ വിധത്തിൽ മോശ പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ഇവിടെ ദൈവം എന്തു ചെയ്തത്? ഒരു സുഹൃത്തിനോടെന്ന പോലെ മോശയോട് മുഖാമുഖം സംസാരിച്ചത്. ഒന്നാമതായിട്ട് നാം കണ്ടത്, ഏത് തിരക്കിനിടയിലും ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുവാൻ ആഗ്രഹിച്ച, ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുവാൻ ആഗ്രഹിച്ച മോശ. രണ്ടാമതായിട്ട് മോശയുടെ മനോഹരമായ പ്രാർത്ഥന വിഷയങ്ങൾ. ദൈവത്തിൻ്റെ വഴി ആഗ്രഹിച്ച മോശ, ദൈവത്തിൻ്റെ സാന്നിധ്യം ആഗ്രഹിച്ച മോശ, ദൈവത്തിൻ്റെ തേജസ് ആഗ്രഹിച്ച മോശ. ദൈവത്തിൻ്റെ തേജസ് മോശ വളരെയധികം തിരിച്ചറിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? അതേ തേജസ് മറ്റുള്ളവർ കാണുവാനായിട്ടിടയായി. മോശയുടെ മുഖം ദൈവത്തിൻ്റെ മുഖം പോലെ പ്രകാശിച്ചു. പലരും അവനെ നോക്കുവാനായിട്ട് ഭയപ്പെട്ടു, അവൻ്റെ അടുത്ത് ചെല്ലുവാനായിട്ട് ഭയപ്പെട്ടു. ദൈവത്തിൻ്റെ തേജസ് അതുപോലെ പ്രതിഫലിപ്പിക്കുവാനായിട്ട് മോശയ്ക്ക് സാധിച്ചു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിന് വേണ്ടി സമയം ചെലവഴിക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ തേജസ് മറ്റുള്ളവർ കണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ടാണ് മോശയെ ദൈവം ഇത്രയധികം സ്നേഹിച്ചത്, ഇത്രയധികം ആദരിച്ചത്. ഈ പുതിയ വർഷത്തിലേക്ക് നാം കടക്കുമ്പോൾ ഈ മോശയുടെ ജീവിതം നമ്മുടെ മുമ്പാകെ വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഈ ചോദ്യം തന്നെ, ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം തന്നെ ഒന്ന് നമ്മോട് വീണ്ടും ചോദിക്കാം. ഞാൻ ദൈവത്തിൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എന്ന സാക്ഷ്യം ദൈവം എന്നെക്കുറിച്ച് പറയുമോ? ഏറ്റവും കുറഞ്ഞത് ഈ വർഷത്തിന് അവസാനമെങ്കിലും, ഒരുപക്ഷെ ഈ കഴിഞ്ഞ വർഷം അനവധി കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, എന്നാൽ ഈ വർഷത്തിൻ്റെ ഒടുവിലെങ്കിലും ദൈവത്തിൻ്റെ ആത്മാർത്ഥ സ്നേഹിതനായിരുന്നു ഞാൻ എന്ന സാക്ഷ്യം നമുക്ക് ലഭിക്കുമോ? ആ സാക്ഷ്യത്തിന് വേണ്ടി നമുക്ക് അധികമായിട്ട് പരിശ്രമിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ വർഷത്തിൻ്റെ ആരംഭ കർത്തൃ ദിവസം ദൈവം നമ്മെ വീണ്ടും വചന കേൾവിയിലൂടെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. നാം വചനത്തിൽ വായിക്കുന്നത് പോലെ കേൾക്കും തോറും നാം വളരെയധികം ദൈവത്തോട് കടപ്പെട്ടിരിക്കുകയാണ്. അതനുസരിച്ചാൽ അനുഗ്രഹം, അനുസരിക്കാതെ വചനത്തോട് നാം അവഗണന കാണിച്ചാൽ നാം ശിക്ഷിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുമെന്നുള്ളൊരു ഭയവും കൂടെ വചനം നമുക്ക് നൽകുകയാണ്. ഇന്ന് നമുക്ക് കേട്ടതുപോലെ ആത്മാർത്ഥമായ ദൈവത്തിൻ്റെ ഒരു സുഹൃത്തായിട്ട് മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. മോശയുടെ ജീവിതത്തിൽ നിന്നും നാം കേട്ടു, വളരെ തിരക്കിൻ്റെ ജീവിത സാഹചര്യത്തിലും കർത്താവുമായിട്ട് വളരെയധികം സമയം ചെലവഴിക്കുവാൻ താൻ തയ്യാറായി. മാത്രമല്ല, തൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ സവിശേഷത, ദൈവത്തിന് ഏറ്റവും പ്രസാദകരമായ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന കഴിച്ച ഒരു മോശ. നമ്മളും പ്രാർത്ഥിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ പ്രാർത്ഥനയൊക്കെ സൂക്ഷ്മമായിട്ട് നാം നിരീക്ഷിക്കുകയാണെങ്കിൽ അതിൽ സ്വാർത്ഥത, നമ്മുടെ വ്യക്തിപരമായ പല താല്പര്യങ്ങൾ, ദൈവത്തിന് മഹത്വം ഉണ്ടാകുമോ ഇല്ലയോ ഒന്നും നമ്മൾ അന്വേഷിക്കാറില്ല. നമ്മുടെ സ്വാർത്ഥ നേട്ടങ്ങൾക്ക് വേണ്ടി വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന പോലെ ഭോഗങ്ങളിൽ ചെലവിടേണ്ടതിന് വേണ്ടി വല്ലാതെയൊക്കെ യാചിക്കുന്നവരായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. എന്നാൽ മോശ നമുക്കൊരു വലിയ മാതൃകയാണ്. കർത്താവിന് ഹിതപ്രകാരമുള്ള പ്രാർത്ഥന കാഴ്ചവെച്ച് ആവശ്യപ്പെട്ട് ദൈവസാന്നിധ്യവും ദൈവത്തിൻ്റെ സഹായവും ദൈവത്തിൻ്റെ മഹത്വവും ഒക്കെ കാണാൻ എപ്പോഴും കൊതിച്ച ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ മോശയെ നമുക്കിന്ന് വരച്ച് കാണിച്ചു തരുവാൻ ദൈവത്തിൻ്റെ ദാസനിലൂടെ ഇടയായല്ലോ. ആ മാതൃക പിൻപറ്റുവാൻ നമുക്ക് ഉത്സാഹിക്കാം. ഈ വർഷത്തിൻ്റെ ഒടുവിലേക്ക് വരാൻ ദൈവം നമുക്ക് ആരോഗ്യവും ആയുസ്സും തരികയാണെങ്കിൽ ഇന്നത്തെ അവസ്ഥയല്ല 2025 ഡിസംബറിൽ നമുക്കുണ്ടാകേണ്ടത് എന്ന തീരുമാനത്തോടുകൂടെ നമുക്ക് കടന്നു പോകാം. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാൻ വേണ്ടി
നമ്മെ തന്നെ ദൈവത്തിന് വേണ്ടി സമർപ്പിക്കാം. ഈ ഇന്നത്തെ വചന കേൾവിയും കൂടെ അതിന് ഉപകരിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കാം. വചനം സംസാരിച്ച കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. പാട്ട് പാടിയവരോടുള്ള നന്ദി അറിയിക്കുന്നു. വിവിധ ഇടങ്ങളിൽ നിന്നും കടന്നു വന്ന യോഗത്തിൽ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദിയും സ്നേഹത്തെയും TBFിൻ്റെ പേരിൽ അറിയിക്കുന്നു. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി പേറുക്കുട സഭയിലെ ജേക്കബ് അംഗലിനെ മുമ്പോട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. വലിയവനായ ദൈവത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, നന്ദി കരേറ്റുന്നു. ഈ സന്ധ്യാസമയം കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ തക്കവണ്ണം ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ കർത്താവെ ഞങ്ങൾക്ക് തന്നായ നല്ല വചനത്തിനായി സ്തോത്രം കർത്താവെ. അവിടെ ഞങ്ങളോട് സംസാരിച്ചതിനായി നന്ദി കരേറ്റുന്ന കർത്താവെ. മോശയെപ്പോലെ കർത്താവെ ആ ദൈവത്തിന് നല്ലൊരു സ്നേഹിതനായിട്ടിരിപ്പാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലേയും ക്രമീകരിപ്പാൻ തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ. ഞങ്ങളെല്ലാ കാര്യത്തിലും കർത്താവിന് പ്രയോറിറ്റി കൊടുപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യത്തിലും കർത്താവെ നിൻ്റെ വഴി അറിയുവാനും കർത്താവെ നിൻ്റെ സാമീപ്യത്തിനായിട്ട് കാക്ഷിക്കുന്നവരായിട്ട് നിൻ്റെ തേജസ്സിനെ കാണുവാൻ തക്കവണ്ണം കർത്താവെ ഞങ്ങളുടെ കണ്ണുകളെ അധികമായിട്ട് തുറക്കണമേ കർത്താവെ. ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും അധികം ഉണ്ടായിരുന്നു. എന്നാൽ കർത്താവ് ഞങ്ങളെ തേടി വന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് കർത്താവെ നിൻ്റെ മക്കൾ ഓഹരിക്കാരുമാക്കി തീർത്ത കർത്താവിൻ്റെ വലിയ പദ്ധതിക്കായി സ്തോത്രം. ദിനംതോറും കർത്താവെ ഞങ്ങളെ ശുദ്ധീകരിച്ച് നിൻ്റെ പുത്രനോട് അനുഭവപ്പെടുന്ന കർത്താവിൻ്റെ വലിയ പ്രക്രിയയ്ക്കായി സ്തോത്രം. കർത്താവ് നൽകുന്ന എല്ലാ നന്മകൾക്കായിട്ടും നന്ദി കർത്താവെ. ഈ പുതുവർഷം കർത്താവെ ഞങ്ങൾക്ക് അധികം അനുഗ്രഹപ്രദമാക്കണമേ കർത്താവെ. TBFിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമേ കർത്താവെ. ഞായറാഴ്ച തോറും കർത്താവെ അനേകരുടെ ഒന്ന് വചനം കേൾപ്പാൻ തക്കവണ്ണം കർത്താവ് കൃപയുള്ളമാറാകണമേ. ഇതിൽ കൂടെ അനേകർക്ക് കർത്താവ് ആത്മാവിലുള്ള ആ വളർച്ച ഉണ്ടാകുവാനും കർത്താവെ അനേകർ ക്രിസ്തുവിനെ അറിയുവാനും കർത്താവ് ഈ ദേശം അനുഗ്രഹിക്കപ്പെടുവാനും തക്കവണ്ണം കർത്താവെ കാരണമാക്കണമേ. കർത്താവിൻ്റെ മുമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും കർത്താവ് കരങ്ങൾ സമർപ്പിക്കുന്നു. അവരുടെ എല്ലാ ആവശ്യങ്ങളുടെ മധ്യേ കർത്താവ് കൂടെ ഇരിക്കണമേ. അവർക്കെല്ലാം അധികം ശക്തിയും ബലവും എല്ലാം അവിടെ നിന്ന് പകർന്ന് അനുഗ്രഹിക്കണമേ. സഭയായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. ഇവിടെ കൂടി വന്നിരിക്കുന്ന ഓരോരുത്തരെയും കരങ്ങൾ സമർപ്പിക്കുന്നു. ഇന്ന് വരാതെ ഇരുന്നവരെയും ഓർത്തിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. എല്ലാവരുടെ കാര്യങ്ങളുടെ മധ്യ കർത്താവെ നീ സഹായിയായിട്ട് ഞങ്ങൾക്ക് കൂടെ ഉണ്ടായിരിക്കണമേ. നല്ല പാട്ടുകൾ പാടിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവെ. അവർക്ക് കർത്താവ് ഈ ചെറുപ്പത്തിൽ കൊടുത്തിരിക്കുന്ന ഈ നല്ല കഴിവിനായി സ്തോത്രം. അധികമായിട്ട് കർത്താവിന് പ്രയോജനപ്പെടുവാൻ തക്കണവരെ അനുഗ്രഹിക്കണമേ. കർത്താവ് നൽകിയ എല്ലാ നന്മകളെ ഓർത്ത് ഞങ്ങൾ നന്ദി കരയേറ്റുന്നു. ഞങ്ങളെ വീണ്ടും കർത്താവ് ഞങ്ങൾ കൂടി വരുന്നതോളം കർത്താവിൻ്റെ കരുണയും കൃപയും ഞങ്ങളുടെ മേലുണ്ടായിരിക്കുമാറാകണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തുതി സ്തോത്രം. സകലവും യേശുക്രിസ്തു നാമത്തിൽ തന്നെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും ഞങ്ങൾ കേട്ടതായ വചനത്തിന്മേലും എല്ലാ കാര്യത്തിന്മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.